വെൽക്കം ബാക്ക് ടു രാഗീസ് മാത്സ് ഫോർ യു. ഇന്നത്തെ ക്ലാസ് പോളിനോമിയൽസിന്റെ പാർട്ട് 2 ആണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാല്യൂ ഓഫ് എ പോളിനോമിയൽ, സീറോസ് ഓഫ് പോളിനോമിയൽ ആൻഡ് സം ക്വസ്റ്റ്യൻസ് ഫ്രം എക്സസൈസ് 2.2. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് പോളിനോമിയൽസ് എടുക്കാം. എക്സ് സ്ക്വയർ പ്ലസ് 1 y cube plus 3 and z square plus z plus 1. ഓക്കെ, ഇത് മൂന്നും പോളിനോമിയൽസ് ആണ്. നമ്മൾ ഈ പോളിനോമിയൽസിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാന്ന് ആദ്യം നോക്കാം. നമ്മൾ പോളിനോമിയൽസിനെ ഡിനോട്ട് ചെയ്യുന്നത് p of x, f of y and g of z. അതായത് നമ്മൾ പോളിനോമിയലിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇപ്പൊ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ പോളിനോമിയൽ ഇൻ എക്സ്, അതായത് വാരിയബിൾ എക്സ് ആണ്. അപ്പോൾ ഇതിനെ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോളിനോമിയൽ ഇൻ എക്സ്. ഇപ്പോ ഇവിടെ എഫ് ഓഫ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോളിനോമിയൽ ഇൻ വൈ. ഏത് വാരിയബിൾ ആണോ ഉള്ളത് അത് നമ്മൾ ബ്രാക്കറ്റിൽ എഴുതും. ഓക്കെ, പിന്നെ നമുക്ക് പിയും എഫും ജിയും ക്യൂ എന്ത് വേണമെങ്കിലും ഏത് ആൽഫബറ്റ്സ് വേണമെങ്കിലും നമ്മൾ യൂസ് ചെയ്യാം. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കണം, ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ എഴുതുന്നത് ഏത് വാരിയബിൾ ആണോ ആ പോളിനോമിയൽ ഉള്ളത്. ഒരു വാരിയബിളേ ഉള്ളൂ, അപ്പൊ ആ ഒരു വാരിയബിൾ ആണ് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എഴുതുന്നത്. ഓക്കെ, അപ്പൊ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോളിനോമിയൽ ഇൻ എക്സ്. എഫ് ഓഫ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അത് പോളിനോമിയൽ ഇൻ വൈ ആണ്. ജി ഓഫ് സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോളിനോമിയൽ ഇൻ സെഡ് ആണ്. ഇനിയിപ്പോ ഒന്നിൽ കൂടുതൽ ഒരേ വേരിയബിൾ ആണ്. ഇനിയിപ്പോ എക്സിൽ തന്നെ വേറൊരു പോളിനോമിയൽ ഉണ്ടെന്ന് വിചാരിക്കുക, എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1. ഇത് എക്സിൽ തന്നെ വേറൊരു പോളിനോമിയൽ ആണ്. അപ്പൊ നമ്മൾ അതിനെ ജി ഓഫ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇത് പി ഓഫ് എക്സ്, അത് പോളിനോമിയൽ ഇൻ എക്സ്, വേറൊരു പോളിനോമിയൽ ആണ്. അപ്പൊ അതിനെ നമുക്ക് ജി ഓഫ് എക്സ് എന്ന് എഴുതാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പോളിനോമിയലിനെ ഡിനോട്ട് ചെയ്യുന്നത്. യൂഷ്വലി നമ്മൾ പി ഓഫ് എക്സ്, ജി ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ എഫ് ഓഫ് വൈ എന്നൊക്കെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തതായി നമുക്ക് ഒരു പോളിനോമിയലിന്റെ വാല്യൂ എങ്ങനെയാണ് കാണുന്നത് നോക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1. ഇതൊരു പോളിനോമിയൽ. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിനോമിയൽ ഇൻ എക്സ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ വാല്യൂ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ വാല്യൂ എങ്ങനെയാണ് നമ്മൾ കാണുന്നത് നോക്കാം. ഓക്കെ, ഇതിന്റെ വാല്യൂ അറ്റ് എക്സ് ഈക്വൽ ടു 1, ദ വാല്യൂ ഓഫ് ദിസ് പോളിനോമിയൽ എങ്ങനെ കാണാം? നമ്മൾ എവിടെയൊക്കെ എക്സ് ഉണ്ടോ ഈ പോളിനോമിയൽ, എവിടെയൊക്കെ എക്സ് ഉണ്ടോ അതിന് 1 എന്ന വാല്യൂ നമ്മൾക്ക് കൊടുക്കാം. അപ്പൊ നോക്കാം, ഇവിടെ എക്സ് ഉണ്ട്, പി ഓഫ് എക്സിൽ എക്സ് ഉണ്ട്. അപ്പൊ എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ എന്തായി മാറി? പി ഓഫ് എക്സ് എന്നുള്ളത് പി ഓഫ് 1 ആയി മാറി. ഓക്കെ, അതുപോലെ ഇവിടെ എക്സ് ഉണ്ട്. അപ്പൊ എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? 1 കൊടുക്കുന്നു. അപ്പൊ എക്സ് സ്ക്വയർ ആണ് ഇവിടെ. അപ്പൊ 1 സ്ക്വയർ പ്ലസ് 1. ഓക്കെ, 1 സ്ക്വയർ എന്താ? 1 ആണ്. പ്ലസ് 1 എന്താ? 1 പ്ലസ് 1 2 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്മളെ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു പോളിനോമിയൽ ഉണ്ടായി. അതിന്റെ വാല്യൂ കാണാം അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. നമ്മൾ എന്താ ചെയ്തത്? ആ എക്സിന് പകരം എക്സ് ആ പോളിനോമിയൽ എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ ആ വാല്യൂ കൊടുക്കുക. 1 ആണെങ്കിൽ 1 കൊടുക്കുക. ഓക്കെ, അപ്പൊ 1 കൊടുക്കുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടി. ഓക്കെ, ഈ 2 ആണ് ഈ പി ഓഫ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് അറ്റ് എക്സ് ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് പറയാം ദ വാല്യൂ ഓഫ് പി ഓഫ് എക്സ് equals x square plus 1 is 2 at x is equal to 1. Okay, value of this polynomial x square plus 1 is 2 when x equal to 1. ഇനി നമ്മൾ x ന് വേറൊരു വാല്യൂ കൊടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ പോളിനോമിയൽ തന്നെ ഇപ്പൊ 2 ആണ് at x is equal to 2. അപ്പൊ എന്ത് വരും? ഈ പോളിനോമിയൽ സെയിം പോളിനോമിയൽ ആണ്. അപ്പൊ അവിടെ എക്സ് എവിടെയാണോ അവിടെയൊക്കെ നമ്മൾ എന്ത് കൊടുക്കണം? എക്സിനെ റീപ്ലേസ് ചെയ്യാം ബൈ 2. ഏത് വാല്യൂ ആണോ വേണ്ടത് അത് റീപ്ലേസ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്താ കാണുന്നത്? പി ഓഫ് 2. ആദ്യം നമ്മൾ എന്താ ചെയ്തത്? പി ഓഫ് 1 ആണ്. കാരണം നമുക്ക് എക്സ് ഈക്വൽ ടു 1 ആണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ്? 2 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പി ഓഫ് 2 എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ പ്ലസ് 1. എക്സിന് പകരം നമ്മൾ 2 കൊടുത്തു. 2 സ്ക്വയർ പ്ലസ് 1. ഇപ്പൊ എന്ത് കിട്ടി? 2 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4 ആണ്. 4 പ്ലസ് 1 ദാറ്റ് ഈക്വൽ ടു 5. അപ്പൊ എന്ത് വന്നു? ദ വാല്യൂ ഓഫ് പി ഓഫ് എക്സ്, എക്സ് സ്ക്വയർ പ്ലസ് 1
is 5 at x equal to 2. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓരോ പോളിനോമിയലിന്റെ ഒരു പോളിനോമിയലിന്റെ വാല്യൂ കാണുന്നത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഇപ്പൊ രണ്ട് കേസിലും എടുത്തത് സെയിം പോളിനോമിയൽ ആണ്. പക്ഷെ ഞാൻ വാല്യൂ മാറ്റി കൊടുത്തു. അതായത് ആദ്യം x equal to 1 കൊടുത്തു, x equal to 2 കൊടുത്തു. ഇനി ഞാൻ x equal to 0 കൊടുത്താൽ എന്ത് വരും? p of 0 അതെന്തായിരിക്കും? 0 സ്ക്വയർ അല്ലെ, x സ്ക്വയർ 0 സ്ക്വയർ പ്ലസ് 1 അതെന്തായിരിക്കും? 0 പ്ലസ് 1 1 ആണ് കിട്ടിയത്. അപ്പൊ നോക്കിയേ, അപ്പൊ ഈ പോളിനോമിയലിന്റെ വാല്യൂ അറ്റ് x equal to 0 എന്ന് പറയുന്നത് എന്താ കിട്ടിയത്? 1 ആണ് കിട്ടിയത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ എക്സിന് ആ വാരിയബിളിന് വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ പോളിനോമിയലും കറസ്പോണ്ടിങ് ഒരു വാല്യൂ കിട്ടും. ഓക്കെ, അടുത്തത് സീറോസ് ഓഫ് എ പോളിനോമിയൽ. എന്താ അതിന്റെ ഡെഫിനിഷൻ നോക്കാം. എ സീറോ ഓഫ് എ പോളിനോമിയൽ ഈസ് എ നമ്പർ സി സച്ച് ദാറ്റ് പി ഓഫ് സി ഈക്വൽ ടു 0. എന്ന് വെച്ചാൽ എന്താ? ഈ സീറോ എന്ന് പറയുന്നത് ആ പോളിനോമിയലിന്റെ ആക്ച്വലി അതിന്റെ സൊല്യൂഷൻ ആണ്, റൂട്ട് എന്നൊക്കെ പറയും. ഓക്കെ, നിങ്ങൾ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ അപ്പൊ കിട്ടുന്ന വാല്യൂ അതാണ് നമ്മൾ സീറോ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ സീറോ അല്ല. ഓക്കെ, സീറോ എന്ന് പറയുന്നത് അതിന്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ റൂട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതെങ്ങനെയാ ഒരു പോളിനോമിയലിന്റെ സീറോ കിട്ടുന്നത്? അതായത് നമ്മൾ പി ഓഫ് സി കാണാം. അതായത് പി ഓഫ് സി കാണുമ്പോൾ അത് സീറോ ആണെങ്കിൽ ഈ സി എന്ന് പറയുന്നത്, ഓക്കെ, സി എന്ന് പറയുന്നതായിരിക്കും അതിന്റെ സീറോ ഓഫ് ദാറ്റ് പോളിനോമിയൽ എന്ന് പറഞ്ഞത്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 1. ഓക്കെ, നമ്മളെ ഇതിൽ പി ഓഫ് 1 കാണാം. ഓക്കെ, പി ഓഫ് 1 എന്താ? എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? 1 കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പി ഓഫ് എക്സ്, എക്സിന് പകരം 1 കൊടുത്തപ്പോ പി ഓഫ് 1, ഇവിടെ നമ്മൾ 1 കൊടുക്കുക. 1 സ്ക്വയർ മൈനസ് 1. ഓക്കെ, 1 സ്ക്വയർ എന്ന് വെച്ചാൽ 1 തന്നെയാണ്. 1 മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ വാല്യൂ കണ്ട പോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. പി ഓഫ് 1 കണ്ടപ്പോ നമുക്ക് എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. ഓക്കെ, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 കിട്ടി. ഈ 0 കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം? ഈ 1 എന്ന് പറയുന്നത് സീറോ ഓഫ് ദിസ് പോളിനോമിയൽ. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഈസ് ദ സീറോ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന പോളിനോമിയലിന്റെ സീറോ ആണ് എന്ത്? 1 എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഒരു പോളിനോമിയലിന്റെ സീറോ കാണണമെങ്കിൽ അതിന് ഏതെങ്കിലും ഒരു വാല്യൂ, അത് നമുക്ക് പറയാൻ പറ്റില്ല ഏത് വാല്യൂ ആണ്, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് അതിന്റെ വാല്യൂ 0 കിട്ടിക്കഴിഞ്ഞാല് ആ നമ്പർ ആണ് എന്ത് പറയുന്നത്? പോളിനോമിയലിന്റെ സീറോ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് എക്സസൈസ് 2.2 തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. വെരിഫൈ വെദർ ദ ഫോളോയിങ് ആർ സീറോസ് ഓഫ് ദി പോളിനോമിയൽ ഇൻഡിക്കേറ്റഡ് അഗെയിൻസ്റ്റ് ദം. ഓക്കെ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x പ്ലസ് 1 അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1/3. എന്താ ക്വസ്റ്റ്യൻ? വെരിഫൈ ചെയ്യാൻ. അതായത് എക്സ് ഈക്വൽ ടു മൈനസ് 1/3 എന്ന് കൊടുക്കുമ്പോൾ x is equal to minus 1/3 എന്ന് പറയുന്നത് ഈ പോളിനോമിയലിന്റെ സീറോ ആണോ എന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യാം? നമ്മള് എക്സിന് പകരം മൈനസ് 1/3 കൊടുക്കാം. പി ഓഫ് മൈനസ് 1/3. ഓക്കെ, അപ്പൊ നമ്മള് എക്സ് ഉള്ളിടത്ത് എല്ലായിടത്തും എന്ത് കൊടുക്കുന്നു? മൈനസ് 1/3. ഇവിടെ 3x ആണ്. 3 ഇൻറ്റു മൈനസ് 1/3 പ്ലസ് 1. ഓക്കെ, അപ്പൊ എന്താ? ഈ 3 ക്യാൻസൽ. ഓക്കെ, ഇവിടെ ബാലൻസ് അതിന്റെ മൈനസ് 1 പ്ലസ് 1. മൈനസ് 1 പ്ലസ് 1 0. ഓക്കെ, അപ്പൊ നമ്മളെ പി ഓഫ് മൈനസ് 1/3 കണ്ടപ്പോ നമുക്ക് എന്ത് കിട്ടി? വാല്യൂ 0 കിട്ടി. അപ്പൊ നമുക്ക് എന്ത് പറയാം? എക്സ് ഈക്വൽ ടു മൈനസ് 1/3. എക്സ് ഈക്വൽ ടു മൈനസ് 1/3 ഈസ് എ സീറോ ഓഫ് പി ഓഫ് എക്സ്, അതായത് 3x പ്ലസ് 1. അപ്പോൾ ഈ 3x പ്ലസ് 1 എന്ന് പറയുന്ന പോളിനോമിയലിന്റെ സീറോ ആണ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1/3. നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 അറ്റ് എക്സ് ഈക്വൽ ടു മൈനസ് 1
2. ഇവിടെ 2 വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ 2 വാല്യൂ നമ്മൾ നോക്കണം. ഓക്കെ, അപ്പൊ അത് x ഈക്വൽ ടു -1 ആണ്. നമുക്ക് നോക്കാം. p ഓഫ് -1. ഓക്കെ, എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? -1. -1 പ്ലസ് 1 -1 -2. എക്സിന് പകരം നമ്മൾ -1 കൊടുത്തു. -1 പ്ലസ് 1 0. 0 ഇൻറ്റു -3 that equal to 0. അപ്പൊ നമുക്ക് എന്ത് പറയാം? -1 is a 0 of x plus 1 into x minus 2. ഇനി നമുക്ക് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. p of 2 കാണാം. p of 2 എന്താ വരിക? 2 plus 1 into 2 minus 2. 2 plus 1 3. 2 minus 2 0. 3 into 0 0. അപ്പോ 2 എന്താണ്? 2 is a 0 of p of x. നമ്മളിവിടെ p of x equal to കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 is a 0 of p of x എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. p of x equal to 3x square minus 1, comma, x equal to minus 1 by root 3, 2 by root 3. നമ്മൾ എന്ത് കാണണം? p of negative 1 by root 3. 3 into minus 1 by root 3 whole square. ഇവിടെ സ്ക്വയർ ആണ്, അപ്പൊ നമ്മൾ ബ്രാക്കറ്റ് ഇടാം. അത് ഫ്രാക്ഷൻ ആണ്. ഓക്കെ, -1. 3 into ഇവിടെ എന്താ? ഇതിന്റെ മീനിങ് എന്താ? -1 സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് 3 സ്ക്വയർ. -1 സ്ക്വയർ എന്താ? 1 ആണ്. ഇവിടെ നെഗറ്റീവ് ഉണ്ട്, പക്ഷെ ഇവിടെ പവർ ഈവൺ ആണ്. അപ്പൊ നമുക്ക് പോസിറ്റീവ് ആയിരിക്കും ഈ ടേം വരുന്നത്. അപ്പൊ 1 ബൈ റൂട്ട് 3 സ്ക്വയർ 3 ആണ്. അപ്പൊ 3 into 1 by 3 -1. 3 cancel. 1 minus 1 equal to 0. So p of -1 by root 3 equal to 0. So -1 by root 3 is a 0 of 3x square minus 1. Okay. ഒരു വാല്യൂ കൂടി ഉണ്ട്. 2 by root 3. p of 2 by root 3 equals 3 into 2 by root 3 whole square minus 1. 3 into 2 square 4 root 3 square. Root 3 square means 3 into root 3. That is 3 minus 1. 3 cancel. 4 minus 1. That is equal to 3. So 2 by root 3 is not a 0 of 3x square minus 1. കാരണം നമുക്ക് എന്താണ്? p of 2 by root 3 നമ്മൾ കണ്ടപ്പോ നമുക്ക് വാല്യൂ കിട്ടിയത് 3 ആണ്. ഓക്കെ, അപ്പോ 3 എന്ന് പറയുന്നത് 0 അല്ല. 3 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, അതായത് നമുക്ക് ഇവിടെ 0 അല്ല കിട്ടിയത്. അതുകൊണ്ട് 2 by root 3 is not a 0 of p of x. അപ്പൊ നമുക്ക് p of ഏത് നമ്പറാണ് തന്നിരിക്കുന്നത്, p of ആ നമ്പർ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0 ആണെങ്കിൽ ആ നമ്പർ എന്ന് പറയുന്നത് ആ പോളിനോമിയലിൽ 0 ആണ്. ഇത്രേ ഉള്ളൂ. ഓക്കെ, p of x is equal to x minus 3. ഓക്കെ, ഇതിന്റെ 0 എങ്ങനെയാ കാണാന്ന്? ഓക്കെ, ഇതിന്റെ 0 ഇപ്പം x equal to ഞാൻ ഇതിൽ x equal to 1 കൊടുത്തു. അപ്പൊ എന്താ വരിക? p of 1 അല്ലെ? p of 1 minus 3 എന്ന് കിട്ടും. എക്സിന് പകരം 1 കൊടുത്തു. അപ്പോ 1 minus 3 equal to -2. This is not equal to 0. അപ്പൊ p of 1 കണ്ടപ്പോ നമുക്ക് എന്താ കിട്ടിയ? -2 ആണ്. അതായത് അത് 0 അല്ല. അപ്പോ ഈ 1 എന്ന് പറയുന്നത് ഈ പോളിനോമിയലിന്റെ 0 അല്ല. ഇനി x equal to 2 കൊടുക്കുക. അപ്പൊ എന്താ? p of 2 അല്ലെ? എക്സിന്റെ വാല്യൂ 2 കൊടുത്തു. അപ്പൊ എന്തായി? 2 minus 3 that equal to -1 not equal to 0. അതും എന്താ? 0 അല്ല കിട്ടിയത്. അപ്പൊ നമ്മൾ എന്താ പറയാ? 2 is not a 0 of this polynomial. അടുത്തത് x equal to 3 കൊടുത്ത് നോക്കാം. അപ്പൊ p of 3
ദാറ്റ് ഈസ് 3 minus 3 equal to 0. അപ്പോ P of 3, അതായത് 3 കൊടുത്തപ്പോ P of 3 equal to 0 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് പറയാ? 3 is the 0 of x minus 3. ഓക്കെ, പക്ഷെ ഇവിടെ നോക്കിയേ, ഞാനിപ്പോ 3 സ്റ്റെപ്പ് ചെയ്തു. അതായത് x minus 3 ആയതുകൊണ്ട് ഓരോ വാല്യൂ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാണ് ചെയ്തത്. പക്ഷെ ഇപ്പൊ ഇവിടെ x minus 100 ഒക്കെ ആണെങ്കിൽ നമ്മൾ അത്രയും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഇല്ല. അപ്പൊ അതിന് നമുക്ക് വേറൊരു മെത്തേഡ് ഉണ്ട്. ഇതെങ്ങനെയാണ് ഒറ്റ സ്റ്റെപ്പില് നമ്മള് ഇതിന്റെ 0 കാണുന്നതെന്ന്. ഓക്കെ, അതിന് ചെയ്യേണ്ടത് തന്നിരിക്കുന്ന പോളിനോമിയലിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. ഇത് ലീനിയർ പോളിനോമിയലാണ്. കാരണം എന്താ? ഇതിന്റെ ഡിഗ്രി 1 ആണ്. അപ്പോ ഇതിനെ നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അതായത് ഒരു ഇക്വേഷൻ ഫോം ചെയ്യാം. അതായത് x minus 3 തന്നിരിക്കുന്ന പോളിനോമിയൽ എന്താണോ അതിനെ x minus 3 equal to 0 കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്തായി? എന്നിട്ട് ഇതിന്റെ വാല്യൂ, അതായത് എക്സ് സോൾവ് ചെയ്യാം. അപ്പൊ ഇതൊരു ഇക്വേഷൻ ആയി. അപ്പൊ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ വേരിയബിൾ എന്താണോ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ എങ്ങനെയാ വാല്യൂ കണ്ടുപിടിക്കുക? എക്സ് ഈക്വൽ ടു, ഇവിടെ -3 ആണ്, അപ്പുറത്തെ സൈഡിൽ പോകുമ്പോൾ ബൈ ട്രാൻസ്പോസിങ് സബ്ട്രാക്ഷൻ ബിക്കംസ് അഡീഷൻ, 0 plus 3. സോ എക്സ് ഈക്വൽ ടു 3. അപ്പോ 3 is the x equal to 3 is the 0 of x minus 3, p of x. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു സ്റ്റെപ്പില് നമുക്ക് അതിന്റെ സൊല്യൂഷൻ കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് ഫൈൻഡ് ദി 0 ഓഫ് എ ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഇക്വേഷനെ, തന്നിരിക്കുന്ന പോളിനോമിയലിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് അതിന്റെ വാല്യൂ, ആ വാരിയബിളിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇനി നമുക്ക് എക്സസൈസ് 2.2 4th ക്വസ്റ്റ്യൻ നോക്കാം. 4th ക്വസ്റ്റ്യനിലെ സബ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, P of x equal to 3x minus 2. ഇതിന്റെ 0 കണ്ടുപിടിക്കാം. അപ്പൊ ഇതിന്റെ 0 എങ്ങനെയാ? നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് 3x minus 2 equal to 0. ഓക്കെ, അതിന് ഇക്വേറ്റ് 0 കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. 3x is equal to, ഇവിടെ -2 ആണ്, അപ്പൊ 0 plus 2 എന്നാവും. അടുത്തത് x ഈക്വൽ ടു, ഇവിടെ 3 മൾട്ടിപ്ലിക്കേഷൻ ആണ്, 3 into x ആണ്. അപ്പൊ അതെന്തായി മാറും? ഡിവിഷൻ ആയി മാറും. അപ്പൊ 2/3. അപ്പൊ x is equal to 2/3 ആണ് 3x minus 2ന്റെ 0. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. P of x equal to cx plus d. ഈ പോളിനോമിയലിന് cx plus d equal to 0 എന്ന് കൊടുക്കാം. എന്നിട്ട് ഇതിൽ എക്സിന്റെ വാല്യൂ ആണ്, ഈ സിയും ഡിയും ഒക്കെ കോൺസ്റ്റന്റ് ആണ്. ഇവിടെ വാരിയബിൾ എന്ന് പറയുന്നത് എക്സ് ആണ്, കാരണം പി ഓഫ് എക്സ് ആണ്. അപ്പൊ സി എക്സ് ഈക്വൽ ടു, ഇവിടെ പ്ലസ് ഡി ആണ്, അപ്പോ നെഗറ്റീവ് ഡി. സി എക്സ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ഡി, എക്സ് ഈക്വൽ ടു മൈനസ് ഡി ബൈ സി. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ സി. ഇതാണ് എന്ത്? ഈ പോളിനോമിയലിന്റെ 0. അപ്പൊ ഇങ്ങനെയാണ് 0 കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ വീട്ടിലെ ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, പക്ഷേ ഇപ്പൊ ഞാൻ ലീനിയർ പോളിനോമിയൽ ആണ് പറഞ്ഞത്. അപ്പൊ അതിനൊരു സൊല്യൂഷൻ ആണ്, അതായത് ഒരു 0 ആണ് ഉള്ളത്. അപ്പോ നമ്മൾ അതൊന്ന് നോക്കണം. നമ്മള് 2-3 പോയിന്റ്സ് ഉണ്ട്, അതൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ നല്ലതാണ്. അതായത് നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയൽ ഹാസ് നോ 0 എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നോൺ സീറോ, അതായത് 0 അല്ലാത്ത ബാക്കിയുള്ള കോൺസ്റ്റന്റ്സ്, അതിന്റെയൊക്കെ 0 എന്തായിരിക്കും? അതിന് 0 ഇല്ല. അതായത് ഇപ്പൊ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താ? 2 അല്ലെ, 3 എഴുതാം. കോൺസ്റ്റന്റ് a non-zero constant polynomial has no 0. ഓക്കെ, എന്തുകൊണ്ടാണ് നോ 0? കാരണം കോൺസ്റ്റന്റ് പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം കോൺസ്റ്റന്റ്സ് മാത്രമാണ്, അവിടെ വാരിയബിൾ ഇല്ല. അപ്പൊ
അതിന് സീറോസ് ഇല്ല. കോൺസ്റ്റന്റ് പോളിനോമിയലിന്റെ അല്ലെങ്കിൽ അതിന്റെ ഡിഗ്രി 0 ആണ്. അതുകൊണ്ട് അതിന് സീറോസ് ഇല്ല. ഓക്കെ, നമ്മളെ പോളിനോമിയലിന്റെ ഡിഗ്രിക്ക് അനുസരിച്ചാണ് അതിന്റെ സീറോസ് പറയുന്നത്. ഓക്കെ, സീറോസ് എത്ര സീറോസ് ഉണ്ടെന്ന് നമ്മൾ കാണുന്നത് അതിന്റെ ഡിഗ്രിക്ക് അനുസരിച്ചാണ്. അപ്പൊ കോൺസ്റ്റന്റ് പോളിനോമിയലിന്റെ ഡിഗ്രി 0 ആണ്. അതുകൊണ്ട് അതിന് എന്തില്ല, സീറോസ് ഇല്ല. ഇനിയിപ്പോ ലീനിയർ പോളിനോമിയൽ, ഒരു ലീനിയർ പോളിനോമിയലിന്റെ ഡിഗ്രി എന്താ? as 1 and only 1 0. ലീനിയർ പോളിനോമിയലിന്റെ ഡിഗ്രി എന്താ? 1 ആണ്. അപ്പൊ അതിന് ഒരേ ഒരു സീറോയെ ഉണ്ടാവുള്ളൂ. ഇനി ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണെങ്കിലോ, എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഹാസ് at most 2 zeros. കാരണം നമുക്കറിയാം ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ഡിഗ്രി എന്താ? 2 ആണ്. അപ്പൊ അതിന് 2 സീറോസ് ഉണ്ടാവും. എ ക്യൂബിക് പോളിനോമിയൽ ആണെങ്കിലോ, എ ക്യൂബിക് പോളിനോമിയൽ ഹാസ് 3 zeros. ഓക്കെ, അപ്പൊ സീറോ പോളിനോമിയലിന്റെ സീറോ എന്തായിരിക്കും? നമ്മളിവിടെ പറഞ്ഞത് നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയലിന് സീറോ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ എ സീറോ പോളിനോമിയൽ, every real numbers are the zeros of zero polynomial. അതായത് സീറോ എന്ന് പറഞ്ഞാൽ സീറോ പോളിനോമിയൽ അല്ല. ആ സീറോ പോളിനോമിയലിന്റെ സീറോസ് എന്ന് പറയുന്നത് എവരി റിയൽ നമ്പർ. കാരണം നമുക്ക് ഏത് റിയൽ നമ്പർ കൊടുത്താലും പി ഓഫ് എന്താ കിട്ടുക? പി ഓഫ് 2 കൊടുത്താൽ. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. 0x³ അല്ലെ, ഇതൊരു സീറോ പോളിനോമിയൽ ആണ് അല്ലെ, പി ഓഫ് എക്സ്. ഇവിടെ നമ്മൾ പി ഓഫ് 1 കൊടുത്തു നോക്കൂ. 0 × 1³ അത് 0 ആണ്. അപ്പൊ പി ഓഫ് 1 0 ആണ്. ഇനി ഞാൻ പി ഓഫ് 2 കൊടുത്തു, അപ്പോഴും 0 × 2 വരും. അപ്പൊ ദാറ്റ് ഈസ് 0 ആണ്. അപ്പൊ പി ഓഫ് ഏത് റിയൽ നമ്പർ ഞാൻ കൊടുത്താലും പി ഓഫ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് എവരി റിയൽ നമ്പേഴ്സ് ആർ ദ സീറോസ് ഓഫ് സീറോ പോളിനോമിയൽ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയുമാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് like and subscribe. Thank you for watching.